തിങ്കളാഴ്ച രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഹൃദയം ഭാരമായി തോന്നുന്നുണ്ടോ? ഈ ആഴ്ച എന്തുകൊണ്ടുവരും എന്ന് അറിയാതെ ഉള്ളിൽ ഒരു പേടി ഉയരുന്നുണ്ടോ? സ്കൂൾ ബാഗും ടിഫിനും ബില്ലുകളും വായ്പയും വിസ ഫയലും ഒരുമിച്ച് മനസ്സിൽ കയറുന്നുണ്ടോ? അപ്പാ, ഈ പുതിയ ആഴ്ചയുടെ തുടക്കത്തിൽ യേശു നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറയാത്ത ഉത്കണ്ഠയും അവിടുന്ന് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഒളിപ്പിക്കുന്ന കണ്ണുനീരും അവിടുന്ന് കാണുന്നുണ്ട്. കുട്ടികൾ പഠനത്തിലേക്ക് മടങ്ങണം. മാതാപിതാക്കൾ ഉത്തരവാദിത്വത്തിലേക്ക് ഓടണം. ഭർത്താവും ഭാര്യയും പലപ്പോഴും സ്നേഹത്തെക്കാൾ ചുമതലകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രാർത്ഥന പോലും വേഗത്തിൽ തീർക്കുന്ന ഒരു ശീലമായി മാറാം. പക്ഷെ ഇന്ന് ഈ ആഴ്ചയെ ഭയത്തിൽ തുടങ്ങേണ്ടതില്ല. ഈ ആഴ്ച യേശുവിൻ്റെ കൈകളിലാണ്. കേരളത്തിൽ രാവിലെ ബസ്സിൽ കയറുന്ന ഒരു മനുഷ്യനെ ഓർക്കുക. അവൻ വഴിയിലെ ഓരോ വളവും അറിയണമെന്നില്ല. എവിടെ ട്രാഫിക് ഉണ്ടാകും എന്ന് അവൻ അറിയണമെന്നില്ല. എവിടെ മഴ പെയ്യും എന്നവൻ അറിയണമെന്നില്ല. പക്ഷെ ശരിയായ ബസ്സിൽ കയറിയാൽ അവൻ ഇരുന്ന് യാത്ര തുടരും. കാരണം ആ ബസ് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന് അവൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ പുതിയ ആഴ്ചയും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഓരോ വളവും അറിയില്ല, ഓരോ ഉത്തരവും കയ്യില്ല, ഓരോ പ്രശ്നത്തിനും ഉടൻ പരിഹാരം കാണാനാവില്ല. പക്ഷേ പ്രാർത്ഥനയോടും വിവേകത്തോടും കൂടെ നാം ഈ ആഴ്ച യേശുവിൻ്റെ കയ്യിൽ വെക്കാം. ശരിയായ കർത്താവിൻ്റെ കൈകളിൽ യാത്ര ഏൽപ്പിക്കാം. സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൽ വചനം പറയുന്നു, നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കണം. സ്വന്തം ബുദ്ധിയിൽ മാത്രം ചാരരുത്. നിന്റെ എല്ലാ വഴികളിലും അവിടുത്തെ അംഗീകരിക്കണം. അവിടുന്ന് നിന്റെ പാതകൾ നേരാക്കും. ഈ വചനം ഒരു ക്ഷീണിച്ച കുടുംബത്തിനുള്ള തിങ്കളാഴ്ച അനുഗ്രഹമാണ്. എല്ലാം മനസ്സിലായിട്ട് വിശ്വസിക്കണം എന്നല്ല ദൈവം പറയുന്നത്. മനസ്സിലാകാത്ത വഴികളിലും എന്നെ അംഗീകരിക്കൂ എന്നാണ് അവിടുന്ന് പറയുന്നത്. എല്ലാ വഴിയും എളുപ്പമാകുമെന്ന് വചനം പറയുന്നില്ല. പക്ഷേ കർത്താവ് വഴിയില്ലാത്ത മനസ്സിന് ദിശ നൽകും. കുഴഞ്ഞുപോയ ചിന്തകൾക്ക് ശാന്തത നൽകും. ചെയ്യേണ്ട അടുത്ത നല്ല ചുവട് കാണിക്കും. ഈ ആഴ്ച യേശുവിൻ്റെ കൈകളിലാണ്. ഒരു കത്തോലിക്ക അമ്മയോ അപ്പനോ തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുന്നു. അടുക്കളയിൽ പാത്രങ്ങളുടെ ശബ്ദം തുടങ്ങുന്നു. കുട്ടികളുടെ പുസ്തകങ്ങൾ കണ്ടെത്തണം. ടിഫിൻ തയ്യാറാക്കണം. സ്കൂൾ ബസ് സമയം നോക്കണം. മേശപ്പുറത്ത് വിദ്യാഭ്യാസ വായ്പയുടെ പേപ്പർ കിടക്കുന്നു. മറ്റൊരു വശത്ത് വിസ ഫയൽ കിടക്കുന്നു. ഫോണിൽ ജോലി സംബന്ധിച്ച ഒരു സന്ദേശം കാത്തിരിക്കുന്നു. മനസ്സിലൊരു ചോദ്യം മാത്രം, കർത്താവേ, ഈ ആഴ്ച എങ്ങനെ കടക്കും? പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ആ മാതാപിതാവ് ഒരു മിനിറ്റ് നിൽക്കുന്നു. ഹോം ആൾട്ടറിന് മുന്നിൽ യേശുവിനെയും പരിശുദ്ധ അമ്മയെയും നോക്കുന്നു. കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്നു. വലിയ പ്രാർത്ഥനയല്ല, ഒരു ചെറിയ സമർപ്പണം മാത്രം. യേശുവെ, ഈ ആഴ്ച എൻ്റെ കുടുംബത്തെ നയിക്കണമേ. ആ ഒരു മിനിറ്റ് വീട്ടിലെ രാവിലെയെ മാറ്റാൻ തുടങ്ങും. എല്ലാ പ്രശ്നവും ഉടൻ മാറണമെന്നില്ല. പക്ഷേ ഉള്ളിലെ ഓട്ടം അല്പം ശാന്തമാകും. ബസ്സിൽ കയറിയിരിക്കുന്നവനെപ്പോലെ ഹൃദയം പതുക്കെ പറയാൻ തുടങ്ങും, എൻ്റെ വഴി യേശു അറിയുന്നു. ഈ ആഴ്ച യേശുവിൻ്റെ കൈകളിലാണ്. കർത്താവായ യേശുവെ, ഈ പുതിയ ആഴ്ചയിൽ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ. തിങ്കളാഴ്ച രാവിലെ ഉയരുന്ന സമ്മർദ്ദം അങ്ങയുടെ സമാധാനത്താൽ സ്പർശിക്കണമേ. കുട്ടികൾ സ്കൂളിലേക്കും പഠനത്തിലേക്കും മടങ്ങുമ്പോൾ അവർക്ക് ശ്രദ്ധ നൽകണമേ. പഠനത്തിൽ ക്ഷീണിച്ച മക്കൾക്ക് പുതിയ ഉത്സാഹം നൽകണമേ. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ജ്ഞാനവും ക്രമവും നൽകണമേ. മറന്നുപോകുമോ എന്ന ഭയത്തിൽ വിറയ്ക്കുന്ന ഹൃദയങ്ങൾക്ക് ശാന്തത നൽകണമേ. പുസ്തകം തുറക്കാൻ മടിക്കുന്ന കുട്ടികളെ സ്നേഹത്തോടെ ഉണർത്തണമേ. ഫോണിൻ്റെ ആകർഷണത്തിൽ സമയം നഷ്ടമാക്കുന്ന മക്കൾക്ക് ആത്മനിയന്ത്രണം നൽകണമേ. പുലർച്ചെ മുതൽ ഓടുന്ന അമ്മമാരെ ശക്തിപ്പെടുത്തണമേ. മൗനമായി ഭാരം വഹിക്കുന്ന അപ്പന്മാരെ ആശ്വസിപ്പിക്കണമേ. യേശുവെ, ഈ ആഴ്ച എൻ്റെ കുടുംബത്തെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ തീരുമാനങ്ങളിൽ വെളിച്ചം നൽകണമേ.
എന്ത് ആദ്യം ചെയ്യണം എന്ന് അറിയാതെ കുഴങ്ങുന്ന മനസ്സിന് ക്രമം നൽകണമേ. ജോലി അന്വേഷിക്കുന്ന യുവാക്കൾക്ക് ധൈര്യം നൽകണമേ. ഇന്റർവ്യൂവിന് പേടിയോടെ പോകുന്നവരുടെ വാക്കുകൾക്ക് സമാധാനം നൽകണമേ. ജോലി അനിശ്ചിതത്വത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രത്യാശ നൽകണമേ. വിദ്യാഭ്യാസ വായ്പയുടെ ഭാരത്തിൽ തളരുന്ന വീടുകൾക്ക് വിവേകവും സഹായവും നൽകണമേ. അടയ്ക്കാത്ത ബില്ലുകൾ കണ്ടുപേടിക്കുന്ന മാതാപിതാക്കൾക്കുള്ളിലെ ബലം നൽകണമേ. വിസ കാത്തിരിക്കുന്നവർക്ക് ക്ഷമയും ശരിയായ തീരുമാനബുദ്ധിയും നൽകണമേ. ഗൾഫിലോ യുകയിലോ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള പ്രിയപ്പെട്ടവരെ കാക്കണമേ. ദൂരെയിരിക്കുന്നവരുടെ മനസ്സും വീട്ടിലുള്ളവരുടെ മനസ്സും അങ്ങയുടെ കൃപയിൽ ബന്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വഴികളെ നേരെയാക്കണമേ കർത്താവേ. പരിശുദ്ധ അമ്മേ, ഈ മെയ് മാസത്തിലെ ഞങ്ങളുടെ യാത്രകളെ മാതൃസ്നേഹത്തോടെ മൂടണമേ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഓരോ കുട്ടിയെയും കാക്കണമേ. ജോലിക്ക് പോകുന്ന ഓരോ മാതാപിതാവിനെയും സംരക്ഷിക്കണമേ. ബസ്സിലും വഴിയിലും ഓഫീസിലും ക്ലാസ് റൂമിലും അങ്ങയുടെ കൃപ കൂടെ ഉണ്ടാകട്ടെ. വീട്ടിൽ തനിച്ചിരിക്കുന്ന പ്രായമായവർക്കു ആശ്വാസം നൽകണമേ. ഭർത്താവും ഭാര്യയും ഉത്തരവാദിത്വം മാത്രം സംസാരിക്കാതെ സ്നേഹവും പങ്കുവെക്കട്ടെ. അവരുടെ മൗനം കരുണയുള്ള സംഭാഷണമായി മാറട്ടെ. കോപത്തിൽ തുടങ്ങുന്ന രാവിലികൾ ശാന്തമായ വാക്കുകളാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ബന്ധുക്കളുടെ താരതമ്യം കൊണ്ട് തളർന്ന ഹൃദയങ്ങൾ അങ്ങയിൽ വിശ്രമിക്കട്ടെ. മറ്റുള്ളവരുടെ വഴിയോട് ഞങ്ങളുടെ വഴിയെ അളക്കാതെ ഇരിക്കാൻ കൃപ നൽകണമേ. ഈ ആഴ്ച യേശുവിൻ്റെ കൈകളിലാണ്. പിതാവേ, ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന വീണ്ടും ജീവിക്കട്ടെ. വേഗത്തിൽ പറയുന്ന പ്രാർത്ഥന പോലും സത്യഹൃദയത്തോടെ ഉയരട്ടെ. ഹോം ആൾട്ടറിലെ ചെറിയ മെഴുകുതിരി ഞങ്ങളുടെ കുടുംബത്തിന് ദിശയായിരിക്കട്ടെ. കുരിശിൻ്റെ അടയാളം വെറും ശീലമാകാതെ സമർപ്പണമാകട്ടെ. പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോ കാലടിയും അങ്ങയുടെ നാമത്തിൽ ആരംഭിക്കട്ടെ. ഞങ്ങൾ അറിയാത്ത വളവുകളിൽ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ ഭയപ്പെടുന്ന വഴികളിൽ ധൈര്യം നൽകണമേ. ഞങ്ങൾ ക്ഷീണിക്കുന്ന സമയങ്ങളിൽ സഹനം നൽകണമേ. ഞങ്ങൾ തെറ്റുന്ന ഇടങ്ങളിൽ തിരുത്താൻ വിനയം നൽകണമേ. ഞങ്ങൾ ആശങ്കപ്പെടുന്ന കാര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ വിശ്വാസം നൽകണമേ. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബം അങ്ങയുടെ കൈകളിലാണ്. എൻ്റെ മക്കളുടെ പഠനവും അങ്ങയുടെ കൈകളിലാണ്. എൻ്റെ ജോലിയും ഭാവിയും അങ്ങയുടെ കൈകളിലാണ്. എൻ്റെ കടവും കാത്തിരിപ്പും അങ്ങയുടെ കരുണയിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ വീട്ടിലെ സംസാരവും മൗനവും അങ്ങയുടെ വെളിച്ചത്തിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ഈ ആഴ്ച അങ്ങയുടെ വഴിയിൽ നടക്കട്ടെ. എൻ്റെ ഹൃദയം സ്വന്തം ബുദ്ധിയിൽ മാത്രം ചാരാതെ ഇരിക്കട്ടെ. എൻ്റെ തീരുമാനങ്ങൾ പ്രാർത്ഥനയോടെ ആകട്ടെ. എൻ്റെ വാക്കുകൾ കുടുംബത്തെ തകർക്കാതെ പണിയട്ടെ. എൻ്റെ ക്ഷീണം കോപമായി മാറാതെ കൃപയായി മാറട്ടെ. കർത്താവെ, ഞങ്ങളെ വഴിയിൽ നിർത്തണമേ. ചിലപ്പോൾ തിങ്കളാഴ്ച ഒരു ഭാരമായി തോന്നും. പക്ഷേ തിങ്കളാഴ്ചയും ദൈവത്തിൻ്റെ ദിവസമാണ്. ഈ ആഴ്ചയിലെ ആദ്യ ബസ് പോലെ അത് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശരിയായ ദിശയിൽ കയറുക എന്നതാണ് നമ്മുടെ ഭാഗം. പ്രാർത്ഥനയില്ലാത്ത ഓട്ടത്തിലല്ല, യേശുവിനെ അംഗീകരിച്ചുള്ള ചുവടുകളിലാണ്. നമ്മളെല്ലാം നിയന്ത്രിക്കേണ്ടതില്ല. നമ്മളെല്ലാം മുൻകൂട്ടി അറിയേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇന്നത്തെ വിശ്വസ്തമായ ഒരു ചുവട് മാത്രം. മറ്റുള്ള വളവുകൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം ശാന്തമാക്കുക. ഇന്ന് ഈ ആഴ്ചയിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ഒരു കാര്യം യേശുവിൻ്റെ മുമ്പിൽ വെക്കുക. കുട്ടിയുടെ പഠനമാകാം, ജോലി അന്വേഷണമാകാം, വിസ കാത്തിരിപ്പാകാം, വായ്പയുടെ ഭാരമാകാം, വീട്ടിലെ മൗനമാകാം. ആ ഭാരത്തെ പിടിച്ചു നിൽക്കാതെ കർത്താവിനോട് പറയുക, യേശുവേ, ഈ ആഴ്ച എൻ്റെ കുടുംബത്തെ നയിക്കണമേ. ഇന്ന് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം മാത്രം ചെയ്യുക. ജോലി, പഠനം, യാത്ര അല്ലെങ്കിൽ വീട്ടുചുമതല തുടങ്ങുന്നതിന് മുമ്പ് നിൽക്കൂ. ഒരു മിനിറ്റ് യേശുവിൻ്റെ മുമ്പിൽ ശാന്തമായി നിൽക്കൂ. കഴിയുമെങ്കിൽ കുരിശിൻ്റെ അടയാളം വരച്ച് ശാന്തമായി പറയുക, യേശുവേ, ഈ ആഴ്ച എൻ്റെ കുടുംബത്തെ നയിക്കണമേ.
കഴിയുമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരാളെ അനുഗ്രഹിക്കുക. ഒരു കുട്ടിയെയോ ജീവിത പങ്കാളിയെയോ കുടുംബാംഗത്തെയോ ഒരു നല്ല വാക്കുകൊണ്ട് അയക്കുക. സുരക്ഷിതമായി പോവൂ, യേശു നിന്നെ നയിക്കട്ടെ എന്ന് പറയുക. ആ ചെറിയ വാക്ക് ഒരു രാവിലെ മാറ്റാൻ കഴിയും. അത് വലിയ പ്രസംഗമല്ല. അത് ഈ ആഴ്ചയുടെ ആദ്യ നല്ല ചുവട് പോലെയാണ്. അത് കുടുംബത്തെ ദൈവത്തിലേക്ക് മൃദുവായി തിരിക്കുന്നു. നിങ്ങളുടെ ആഴ്ച ഏത് വഴിയിലൂടെ പോകുമെന്നു ഇപ്പോൾ അറിയില്ല. പക്ഷേ ശരിയായ ബസ്സിൽ കയറുന്നവനെപ്പോലെ ഹൃദയം പറയട്ടെ, കർത്താവെ, ഞാൻ നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നു. കമന്റിൽ യേശുവേ, ഈ ആഴ്ച എൻ്റെ കുടുംബത്തെ നയിക്കണമേ എന്ന് എഴുതുക. ഭയത്തോടും സമ്മർദ്ദത്തോടും കൂടെ ഈ ആഴ്ച തുടങ്ങുന്ന ഒരു കുടുംബത്തെ ഓർക്കുക. ഈ പ്രാർത്ഥന അവർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ഒരു സാധാരണ സന്ദേശമാകില്ല, തിങ്കളാഴ്ച രാവിലെയിലെ ദൈവിക ധൈര്യമായി മാറാം. കർത്താവായ യേശുവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. അവരുടെ തിങ്കളാഴ്ച ഭയത്തിലല്ല, വിശ്വാസത്തിൽ ആരംഭിക്കട്ടെ. അവരുടെ കുട്ടികളുടെ പഠനം കൃപയാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജോലി ശ്രമങ്ങൾ ജ്ഞാനത്താൽ നയിക്കപ്പെടട്ടെ. അവരുടെ യാത്രകൾ സമാധാനത്തോടെ നടക്കട്ടെ. അവരുടെ വായ്പയും ബില്ലുകളും ഭാവി ഭയവും അങ്ങയുടെ കരുണയിൽ സമർപ്പിക്കപ്പെടട്ടെ. അവരുടെ വീട് ഉത്തരവാദിത്വത്തിൻ്റെ സ്ഥലമാത്രമല്ല, സ്നേഹത്തിൻ്റെ സ്ഥലമാകട്ടെ. അവരുടെ ഹോം ആൾട്ടർ ഈ ആഴ്ചയുടെ ദിശയായി തെളിയട്ടെ. പരിശുദ്ധാത്മാവ് ഓരോ തീരുമാനത്തിലും വെളിച്ചം നൽകട്ടെ. പരിശുദ്ധ അമ്മ ഓരോ കുടുംബത്തെയും മാതൃസ്നേഹത്തോടെ കാക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ പുതിയ ആഴ്ച അനുഗ്രഹിക്കപ്പെടട്ടെ.